നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെൽജിയൻ സൂപ്പർ താരമായ കെവിൻ ഡിബ്രൂയിന ഈ സീസണിൽ കേവലം ഒരു മത്സരം മാത്രമാണ് കളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ആ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിന് മസിൽ ഇഞ്ചുറി പിടിപെടുകയായിരുന്നു. പിന്നീട് ഇത്രയും കാലം അദ്ദേഹം പുറത്തിരിക്കുകയായിരുന്നു. ഇനി എത്രയും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തി ഉടൻ തന്നെ തൻ്റെ ആ ഒരു പഴയ മികവ് വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോൾ ഡിബ്രൂയിനയുള്ളത്. 2025 വരെയാണ് ഡിബ്രൂയിനക്ക് മാഞ്ചസ്റ്റർ സിറ്റിയുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കരാർ പുതുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സിറ്റിക്ക് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. താരത്തിൻ്റെ ഫിറ്റ്നസ് സംബന്ധമായ പ്രശ്നങ്ങളാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണം. മാത്രമല്ല, ഡിബ്രൂയിനക്കും കോൺട്രാക്റ്റ് പുതുക്കുന്ന കാര്യത്തിലൊരു കൃത്യമായ തീരുമാനം എടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഡിബ്രൂയിന മാഞ്ചസ്റ്റർ സിറ്റി വിട്ടേക്കും എന്നുള്ള റൂമറുകൾ സജീവമാണ്. സൗദി അറേബ്യ ഇപ്പോൾ വീണ്ടും സജീവമായി രംഗത്ത് വന്നു കഴിഞ്ഞു. വരുന്ന സമ്മറിൽ അവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്ന താരങ്ങളിൽ ഒരാൾ അത് കെവിൻ ഡിബ്രൂയിനയാണ്. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് താരത്തെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും തുടക്കം കുറിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽ നസറാണ് ഈ സൂപ്പർ താരത്തെ പരിഗണിക്കുന്നത്. ഡിബ്രൂയിന സൗദി അറേബ്യയിലേക്ക് എത്താനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് എന്നാണ് റൂഡി ഗലേട്ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഡിബ്രൂയിനയാണ് ഇവിടെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്. ലിവർപൂളിൻ്റെ ഈജിപ്ഷ്യൻ സൂപ്പർ താരമായ മുഹമ്മദ് സലായെ വരുന്ന സമ്മറിൽ എന്ത് വില കൊടുത്തും എത്തിക്കാൻ PIF ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഡിബ്രൂയിന, സല എന്നിവർക്ക് വേണ്ടിയാണ് സൗദി അറേബ്യ വരുന്ന സമ്മറിൽ ഏറ്റവും കൂടുതൽ ശ്രമങ്ങൾ നടത്തുക. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പോർച്ചുഗീസ് സൂപ്പർ താരമായ ബ്രൂണോ ഫെർണാണ്ടസിനെയും അവർ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിലും താരം സൗദിയിലേക്ക് വരാനുള്ള സാധ്യതകൾ കുറവാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.